സന്തോഷമില്ലാത്ത ഒരു ജോലിയിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണോ? നല്ല ശമ്പളം കിട്ടുന്നുണ്ടാകാം, പക്ഷെ നിങ്ങളുടെ എനർജി ചോർന്നു പോകുന്നുണ്ടോ? അടുത്ത 10 വർഷത്തേക്ക് ഇത് തന്നെയാണോ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ സ്വയം ചോദിക്കാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ജനഹിതം 24/7 എല്ലാവർക്കും സ്വാഗതം. ലക്ഷക്കണക്കിന് ആളുകൾ പുതിയൊരു ജോലി സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ പേടി, ആശയക്കുഴപ്പം, പ്രായം തുടങ്ങിയ ചിന്തകൾ പുതിയ ജോലി തേടുന്നതിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുന്നുണ്ട്. ബുദ്ധിപരമായും പ്രായോഗികമായും സുരക്ഷിതമായും എങ്ങനെ ഒരു കരിയർ മാറ്റം നടത്താമെന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ട് തൻ്റെ ജോലി മാറണം എന്ന് ആദ്യം മനസ്സിലാക്കുക. പുതിയ ജോലിയിലേക്ക് ചാടി പുറപ്പെടുന്നതിന് മുമ്പ് സ്വയം ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ട് എന്തിനാണ് ഈ കരിയർ മാറ്റാൻ ആഗ്രഹിക്കുന്നതെന്ന് സ്വയം ചോദിക്കുക. ശമ്പളമാണോ, സമ്മർദ്ദമാണോ, ഗ്രോത്ത് ഇല്ലാത്തതാണോ, താല്പര്യമില്ലായ്മയാണോ, അതോ വർക്ക് ലൈഫ് ബാലൻസ് ആണോ പ്രശ്നം എന്ന് മനസ്സിലാക്കുക. മറ്റൊരു ജോലിയെ പറ്റിയോ മറ്റൊരു മേഖലയെ പറ്റിയോ ആലോചിക്കാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നിലവിലെ പ്രശ്നം പരിഹരിക്കാൻ ഒരു പുതിയ വഴി തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അടുത്ത ജോലിയിലും ഇതേ പ്രശ്നം ആവർത്തിക്കാതിരിക്കാൻ ഇത് സഹായിക്കും. ഇതിനായി ഒരു നോട്ട് ബുക്ക് എടുത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലിയിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും അടുത്ത ജോലിയിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും എഴുതി വെക്കുക. അടുത്തതായി ചെയ്യേണ്ടത് പുതിയ കരിയറിനെ കുറിച്ച് റിസർച്ച് ചെയ്യുക എന്നതാണ്. യാതൊരു മുന്നൊരുക്കവും ഇല്ലാതെ ഇപ്പോൾ ഉള്ള ജോലി രാജിവെക്കരുത്. ആദ്യം റിസർച്ച് തുടങ്ങുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പുതിയ മേഖലയിൽ എന്തെല്ലാം ജോലികൾ ലഭ്യമാണ്, എന്തെല്ലാം കഴിവുകളും യോഗ്യതകളുമാണ് വേണ്ടത്, ശരാശരി ശമ്പളവും വളർച്ചാ സാധ്യതകളും എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കണം. അതിനായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കാണുക, ജോബ് ഡിസ്ക്രിപ്ഷനുകൾ വായിക്കുക, ആ മേഖലയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവരെ ലിങ്ക്ഡിനിൽ ഫോളോ ചെയ്യുക, പറ്റിയാൽ അത്തരം എംപ്ലോയീസിനോട് സംസാരിച്ചു നോക്കുക. പുതിയ ജോലിയുടെ ഗുണങ്ങൾ പുറത്തുനിന്ന് കാണുന്നത് പോലെ തന്നെയാണോ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ നിലവിലുള്ള കഴിവുകൾ കണ്ടെത്തുക എന്നതും പ്രധാനമാണ്. പല കഴിവുകളും പുതിയ ജോലിക്ക് ഉപകാരപ്രദമാകും. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ടീം വർക്ക്, പ്രോബ്ലം സോൾവിംഗ്, ലീഡർഷിപ്പ് ക്വാളിറ്റി, സെയിൽസ്, കസ്റ്റമർ സർവീസ്, ടെക്നിക്കൽ സ്കിൽസ് എന്നിവയെല്ലാം ഇതിൽപ്പെടും. ഇതിനായി 2 കോളങ്ങളുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. മൈ ടാലൻസ് എന്നതായിരിക്കണം ഒരു കോളം. അടുത്തതിൽ പുതിയ കരിയറിന് വേണ്ട ടാലൻസ് ആയിരിക്കണം. ഇതിൽ നിങ്ങൾക്ക് പൊതുവായതായി ചിലത് കാണാൻ കഴിയും. ഈ പൊതുവായ കഴിവുകളാണ് നിങ്ങളുടെ സ്ട്രെങ്ത് ആക്കി മാറ്റേണ്ടത്. ഇന്റർവ്യൂകളിലും റെസ്യൂമെയിലും ഒക്കെ ഇത് ഗുണം ചെയ്യും. അതുപോലെ നിങ്ങളുടെ കഴിവുകളിലെ കുറവുകൾ നികത്തുക എന്നതും പ്രധാനമാണ്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്, ഒരു കോഴ്സ് അല്ലെങ്കിൽ നേരിട്ടുള്ള പരിശീലനം ഒക്കെ ആവശ്യമായി വന്നേക്കാം. ഇതിനായി ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുകയോ ചെറിയ ഫ്രീലാൻസ് പ്രൊജക്റ്റുകളോ ഇന്റേൺഷിപ്പുകളോ ചെയ്യുകയോ ആവാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ജോലിയിൽ തുടർന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നേടാനും സാധിക്കും. അടുത്തതായി ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി പ്ലാൻ തയ്യാറാക്കണം. ഫിനാൻഷ്യൽ പ്രഷർ നിങ്ങളുടെ നിയന്ത്രണത്തിലാകുമ്പോൾ കരിയർ മാറ്റം കൂടുതൽ എളുപ്പമാകും. ഇതിനായി കുറച്ചു മാസത്തെ അടിസ്ഥാന ചെലവുകൾക്കുള്ള ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക. അനാവശ്യ ചെലവുകൾ കുറയ്ക്കുക. സാധ്യമെങ്കിൽ പുതിയ ജോലിക്ക് തയ്യാറെടുക്കുമ്പോഴും ഇപ്പോഴത്തെ ജോലി തുടരുക. ഒരു സാമ്പത്തിക കരുതൽ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പരിഭ്രാന്തി ഒഴിവാക്കാനും ഇത് നിങ്ങളെ സഹായിക്കും. ഇതിനൊപ്പം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജോലി ചെയ്യുന്നവരുമായി സംസാരിക്കുക. അവരെങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നതെന്നും ദൈനംദിന ജോലികൾ എങ്ങനെയാണെന്നും പുതിയതായി ഈ കരിയർ തിരഞ്ഞെടുക്കുന്നവർ ഒഴിവാക്കേണ്ട തെറ്റുകൾ എന്തൊക്കെയാണ് എന്നുമൊക്കെ അവരോട് ചോദിക്കുക. ചിലപ്പോൾ ഇത്തരം സംസാരങ്ങൾ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാനും ഇന്റേൺഷിപ്പുകൾ, റെഫറലുകൾ, മെന്റർമാരെ കണ്ടെത്തൽ എന്നീ കാര്യങ്ങളിലൊക്കെ നിങ്ങളെ സഹായിച്ചേക്കാം. അതുപോലെ നിങ്ങളുടെ റെസ്യൂമെയും ഓൺലൈൻ പ്രൊഫൈലും അപ്ഡേറ്റ് ചെയ്യുകയും വേണം. അതുപോലെ കൃത്യമായ ഒരു അവസരത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ പുതിയ കരിയർ ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചെന്ന് വരില്ല. ഒരു ജൂനിയർ തലത്തിലോ കുറഞ്ഞ ശമ്പളത്തിലോ അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലിയോ ആയിരിക്കാം നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുക. അതിൽ നിരാശപ്പെടരുത്. ഇതിനെ നിങ്ങളുടെ ദീർഘകാല സന്തോഷത്തിനായുള്ള ഒരു പുതിയ നിക്ഷേപമായി കാണുക. നിങ്ങളോട് തന്നെ ക്ഷമയോടെ പെരുമാറുക. പഠനം തുടരുക. പതിയെയാണെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. കരിയർ മാറ്റം എന്നത് പരാജയത്തിന്റെ സൂചനയല്ല. അത് നിങ്ങൾക്ക് സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ധൈര്യമുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ശരിയായ ആസൂത്രണം, കഴിവുകൾ, ചിന്താഗതി എന്നിവയിലൂടെ നിങ്ങൾക്ക് ആശയക്കുഴപ്പത്തിൽ നിന്ന് വ്യക്തതയിലേക്ക് എത്താൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കരിയർ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ഇത്തരത്തിലുള്ള മറ്റു വീഡിയോകൾക്കായി ജനഹിതം 24 സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.